എന്താ പോയെങ്ക മടിക്കരിക്ക് പോവാ? ഓക്കെ. സുഹൃത്തുക്കള്, കാസർഗോഡ് നിന്നും മൈസൂരിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് ഞാൻ പോകുന്നു. ഈ പോകുന്ന ബയ്യിലെ ഫുള്ള് ഉൾഗ്രാമങ്ങളാണ്. നമ്മളെ കേരളത്തെ പോലെ ഫുള്ള് ടൗണുകൾ മാത്രമല്ല, ഫുള്ള് ഏലവും ഇഞ്ചി കാപ്പി കുരുമുളക് ഫുള്ള് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കർണാടക. സുള്ളിയെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടി, അടാടെ മലകളെല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മളെ യാത്ര തുടങ്ങിയാവാം. അപ്പൊ ഏകദേശം മുള്ളേരിയ കഴിഞ്ഞിട്ട് സുള്ളി എത്താനായിട്ടുണ്ട്. ഇപ്പൊ വൈല് പോകുന്ന ബൈല് ഞങ്ങൾക്ക് വേറൊരു കാഴ്ച കണ്ടാവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുരങ്ങന്മാരെ കാണണമെന്ന് ആശയിലാണ് ഞാൻ പോയത്. ഒരു മരത്തിൽ കുരങ്ങന്മാർ, അതും വേറെന്തിലല്ലോ തെങ്ങിലൊന്നും അല്ല, നല്ല കാട്ടുമാങ്ങ പിടിക്കലേ ആ മരത്തിൽ ഫുള്ള് കുരങ്ങന്മാർ. ഫുള്ള് മാങ്ങ പറിച്ചിട്ടിരുന്ന് എന്താ. അപ്പൊ ഗൈസ് 1.5 മണിക്കൂർ കൊണ്ട് നമ്മില്ലേ ഇപ്പൊ എടുക്കറ എത്തിയത് നമ്മുടെ സുള്ളിയത്തേക്ക് എത്തി. ഈ കാണുന്നതാവും സുള്ളിയ ടൗണ്. നമുക്ക് കാലത്ത് പോയോണ്ട് നമുക്ക് ടൗണത്തെ ഫുള്ള് ഷോപ്പ് ഒന്ന് ഓപ്പൺ ആയിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ ഗൈസ് ഇപ്പൊ ഏകദേശം സുള്ളിയ ടൗണ് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് അറന്തോട്. അപ്പൊ അറന്തോട് ഏകദേശം കഴിയാനായി ഗൈസ്. ഇനി ചെക്കിങ് വരുന്നത് ഇതാണ് കേട്ടോ, സമ്പാജ്. കേരളത്തിലും കർണാടകത്തിലും വണ്ടി വരുന്ന ചെക്കിങ് മെയിൻ വരുന്നത് ഇവിടുന്ന്. അപ്പൊ എന്നാണ് കേട്ടോ നമ്മളെ കർണാടകത്തിന്റെ മൊഞ്ച് കറക്റ്റ് കാണുന്നുണ്ട്. ഏകദേശം സമ്പാജ് കഴിഞ്ഞിട്ട് കോയിനാടെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഘാട്ടി കയറാനായി. ഈ ഘാട്ടി കയറുമ്പോൾ നമുക്ക് അതിന്റെ സൈഡ് ആയിട്ടുള്ള കാണാം വന്യമൃഗങ്ങളെ ശല്യം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പോകുന്ന വാഹനങ്ങളെല്ലാം പതുക്കെ പോകുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ പോകുമ്പോൾ ഗവൺമെന്റ് സ്ഥലത്ത് നല്ലൊരു മാങ്ങന്റെ മരം. പണ്ടത്തെ ഓർമ്മക്ക് ഞങ്ങൾ കല്ലെറിഞ്ഞിട്ടാവും മാങ്ങ പറിച്ചത്. ഈ ഒരു പോക്കിൽ മടിക്കരുത്ത് നടിനെ 2 മാങ്ങ കിട്ടി കഴിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾ ബൈക്കുന്നില്ല. അപ്പൊ നേരെ നമുക്ക് ഇനി ഘാട്ടി കുറെ കേറാനുണ്ട്. അപ്പൊ നേരെ പോവാ സുഹൃത്തുക്കളെ. ആടെ നിന്നിട്ട് സമയം കളയാതുകൊണ്ട് തന്നെ നമ്മ നേരെ പോവാണ് കേട്ടോ. നമുക്ക് ഘാട്ടി കുറെ കേറാനുണ്ട്. ഇതാവോ നേരത്തെ പറഞ്ഞ് ഞാൻ മണ്ണിടിച്ചലെന്ന് പറയല്ലേ. ഘാട്ടി കയറുമ്പോൾ കുറെ ഇടത്തുണ്ട് മല ഇടിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് നിന്നിട്ട്. ഏകദേശം നമുക്ക് ഘാട്ടി കയറി ജോഡ് പാലെല്ലാം കഴിഞ്ഞിട്ട് മടിക്കേരി എത്താനാകുമ്പോൾ നമുക്ക് നല്ല മഴ കിട്ടി. മടിക്കേരിയിലെ മടിക്കേരി എത്തിയിരിക്കുന്നു ഗൈസ്. മടിക്കേരി സുഹൃത്തുക്കളെ, കാലത്തേ ഇറങ്ങിയതല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പൈക്കാൻ തുടങ്ങി. അപ്പൊ നേരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തിന്നിട്ട് പോകണം. ഞങ്ങൾ ചായയും ഗോളി ബജിയും പൊറോട്ടയും മേങ്ങും മാത്രം. ആർത്തെ ഒരു 3 പൊറോട്ട മേങ്ങ എടുത്ത ഒരു മൈദ ചാക്ക് മേങ്ങ അത്രയും വിലയുടെ. ഞാൻ കളവ് പറഞ്ഞല്ലോ, ഇത് ഒരു പൊറോട്ടക്ക് ഞാൻ 25 ഉറുപ്പാണ് കൊടുത്തത്. അപ്പൊ ബിരിയാണിയുടെ വില ഒന്നും ചെല്ലണ്ട വേണ്ടല്ലോ. ഒരു ബിരിയാണിക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ചെമ്പ് ബിരിയാണി മേങ്ങാൻ തോന്നും. ഞാൻ ഹോട്ടലിൽ ഒരു മൂലക്ക് നിന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കണ്ട് പുറത്തിലത്തെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇപ്പൊ മടിക്കേരിയെല്ലാം കഴിഞ്ഞിട്ട് കുശാലിനഗർ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടാകുമ്പോൾ ഓരോ പെരുന്നുണ്ടായി. 2 ദിവസമാണ് ഓരോ പെരുന്ന് വരുന്നത്. അതിന്റെ ഒരു ആഘോഷം ഞാൻ കാണിച്ചു. അപ്പോൾ ഓരോടും ബായ് പറഞ്ഞിട്ട് ഞമ്മ അടുത്ത് നേരെ പോയി. എന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഞമ്മക്കുള്ളത് പെരിയപട്ടണത്തിൽ നാട്ടിന്റെ വേറെ ഞാൻ കാഴ്ചയും കൂടി കാണിച്ചു തരാം. ഞങ്ങൾക്ക് കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധന്മാരുള്ളത് കുശാൽ നഗറിൽ. ബുദ്ധന്മാർ ആരാധിക്കുന്ന ടെമ്പിൾ കാണണമെങ്കിൽ നമ്മൾ കുശാൽ നഗർക്ക് പോയാൽ മതി.